ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 129 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 35 മുതൽ 38 വരെ, റോമർ 12-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഭൂമി എന്നർത്ഥം വരുന്ന ഒരു പദവും ഒരു ആയുധത്തിന്റെ പേരും ചേർന്ന ഒറ്റ പദം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം നിലം പരിച. സങ്കീർത്തനങ്ങൾ 37-ന്റെ 24-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ ഭൂമി, നിലം, ആയുധം, പരിച എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ പേരുള്ള മലയുടെ പേര്. ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദിവ്യ പർവ്വതം. സങ്കീർത്തനങ്ങൾ 36-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം ഉള്ളത്. ഇതിൽ സ്ത്രീനാമം ദിവ്യ എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആപത്ത് അല്ലെങ്കിൽ അപകടം എന്നർത്ഥം വരുന്ന മൂന്നക്ഷര പദം എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അപായം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 35-ന്റെ 8-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിഡ്ഢി, വിദൂഷകൻ, തമാശക്കാരൻ എന്നീ പദങ്ങളുടെ അർത്ഥമുള്ള ഒരു വാക്ക്. ഉത്തരം കോമാളി എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 35-ന്റെ 16-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം ഉള്ളത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് സദൃശ്യവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം പാഠഭാഗത്തുണ്ട്, റെഫറൻസുകൾ എഴുതുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം റോമർ 12-ന്റെ 20, സദൃശ്യ 25-ന്റെ 21 എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 39 മുതൽ 42 വരെ, റോമർ 13-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.